പുളി എവിടെ? തൊള്ളർക്ക് പിടിച്ചു. ഹലോ ബാബ. അക്കമ്മ, നാളത്തെ ഡീലിനിടയിൽ ഒരു ചേഞ്ച് ഉണ്ട്. അയ്യോ, അതെന്ത് പറ്റി ബാബ? നാളത്തെ ഡീലിനിടയിൽ പോലീസുണ്ട്. അതേ മാമാർക്കുള്ള പാർട്ടി 10:30 ആണ് അവർക്ക് കൊടുത്ത സമയം. നാളത്തെ 2-1 കള്ളം കയറും. അയ്യോ ബാബ, അങ്ങനെ പറയല്ലേ. അവരോടെ ഞാനൊരു 3-4 അവധിയായി പറയണം. ഇനി ഇതും നടന്നില്ലെങ്കിൽ എന്റെ കച്ചവടം പൂട്ടും ബാബ. 2-3 മാസമായിട്ടേ ഒരു ഡീലും കിട്ടിയിട്ടില്ല. ഇനി ഇതും നടന്നില്ലെങ്കിൽ പഴയ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് എനിക്ക് മടങ്ങി പോകേണ്ടി വരും. നീ ഒരു കാര്യം ചെയ്യ, ഡീൽ നടക്കട്ടെ. നീ അത് 9:30 തീർക്കണം. മനസ്സിലായോ? ശരി. ഒരു വെടിക്ക് 2 പക്ഷി. ഒറ്റിയാലും ഡീൽ നടക്കണം. അവരെ പിണക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ നിനക്ക്? അത് ഞാൻ ഏറ്റു ബാബ. 9:30 ഡീല് നടന്നിരിക്കും. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. പാർട്ടി നാളെ കൃത്യം 8 മണിക്ക് കോഴിക്കോട് ഉണ്ടാവും. ഇനി നീ തീരുമാനിക്കും. എന്നാ പാർട്ടിക്കുള്ള മിക്സിന്റെ ബാക്കി ഉടനെ വരും. ശരി. അയ്യോ എടാ ഷുക്കൂറെ, ഓടിവാ. ഒരു സോഡ നാരങ്ങളോട് ഇവിടെ അക്കയ്ക്ക് ബേപ്പി കൂടിയെന്ന്. ആണോ? അങ്ങനെയാണെങ്കിൽ നാളെ എനിക്കൊരു ലീവ് വരാൻ പറ്റുമോ? അക്കറിയാലോ, വെറുതെ ഇരുന്ന് തിന്നാനുള്ള ഒറ്റ ആഗ്രഹം കൂടെ ഞാൻ അക്കന്റെ ഗ്യാങ്ങിൽ വന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല പോലീസ്. നമ്മൾ ജയിലിൽ കയറിയല്ലേ, അവിടെ ചപ്പാത്തി പരത്തണം, ചിക്കൻ കറി വയ്ക്കണം, ഇതെല്ലാം ചെയ്ത് നടുകൂടി. പ്ലീസ് അക്ക, അക്കം കരയരുത്, അക്കം കരയരുത്. എന്റെ ഹൃദയം പിടക്കി. നാളത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അക്കം പറയുന്നത്? പുതുപ്പിനോട് നാളെ രാവിലെ 8 മണിക്ക് വരാൻ പറയണം. പറഞ്ഞേക്കാം. ഞാൻ കുടിച്ചോളാം. ചോക്കോബാറല്ലത് വാളംപൊളിയാ. അക്കക്ക് വിശക്കൂലേ? തേക്ക് അങ്ങോട്ട് നോക്കിയ സൂര്യനെ കണ്ട നെയ്റോഷി ചമ്മന്തി കഴിച്ചോല്ല. നീ ഒരു ഓട്ടോ പിടിച്ച് മുതലക്കുളം ബസ് സ്റ്റോപ്പിലേക്ക് വാ. ഞങ്ങൾ അവിടെ വന്നിട്ട് വിളിക്കാം. കോഡ് മറക്കണ്ട. 2C. ശരി. ഓക്കേ മാഡം, അവിടെ അടയാളം എന്തെങ്കിലും? രാവിലെ തന്നെ ഇത് തലണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 2 പൊറോട്ട കൂടുതൽ കഴിക്കാറുണ്ട്. ഫോട്ടോടൊക്കെ പോക്ക് കണ്ട ബംഗാളി പാട്ടോടെ ടൈമിങ്ങളല്ലേ. അയ്യോ, എന്ത് ശബ്ദം കേട്ടു? പുതുപ്പേട്ട ഒന്നും ഞാൻ വിളി കയറട്ടെ. വണ്ടി നീ ഓടിക്കോ. ഈ പാട്ട് വണ്ടിയാ ഞാൻ ഓടിക്കാനാ? എന്റെ പട്ടി ഓടിക്കും. ഞാനേ തൂങ്ങിക്കിടന്ന് വന്നോളാം. പട്ടി ഒന്ന് വണ്ടിക്കാട്ട് തൂങ്ങാസല്ല ഡിക്കോർക്കോ. ടൈമിങ്ങളല്ലേ മര്യാദക്ക് വിളി. ഇവിടാണോ? നീ ഇപ്പൊ വാക്കപ്പണിക്കും സെപ്റ്റി ടാങ്കിന്റെ പണിക്കൊന്നും പോണില്ലേ? 2 ദിവസം ആയിട്ടില്ല. ഈ ബേലെ കണ്ടില്ല, എങ്ങനെ പോവാണ്? വെയിലും മഴയൊന്നും നോക്കണ്ടാ. നീ പണിക്ക് വെക്കോ, അല്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയാവും. മലയാളിയുടെ ഒരു ഗതികേട് ബംഗാളിയുടെ പണിക്ക് വിട്ടിട്ട് മലയാളിക്ക് കഴിയും. പട്ടി വെറുപ്പാണ്. ജബ്ബാറെ, അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറെ നേരമായി. ഇതുവരെ ഫോൺ എടുക്കുന്നല്ലോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുതലക്കുളം മൊത്തം ഒന്ന് അടിച്ചു പറിക്കാലോ. എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? ഇടക്കൊന്നും തള്ളണം. തള്ളല്ല കുഴപ്പം, തന്റെ ഭാഗത്തുള്ള നിർത്ത്. മുതലക്കുളം പോയാലും ആളിനെ നമുക്കറിയില്ലല്ലോ. അവൻ ഫോൺ എടുക്കാൻ നമ്മൾ അവിടെ ചെന്ന് കറങ്ങിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഇടയിലാണ് പോലീസും ഉണ്ട്. എന്നാ നമ്മളിൽ ആരെങ്കിലും ഒരാൾ പോയാലോ? അതിന് നിനക്ക് അവനെ അറിയോ? ഇല്ല, അക്കറിയാലോ. എനിക്കൊന്നും ഒരൊറ്റൊരുത്തരാണ് ഇവരെ ചെയ്തേക്കണം. നിഷ്കളങ്ക ലുക്കുള്ളത് കൊണ്ട് പിന്നെ പോലീസ് സംശയിക്കുക. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എവിടെ നിന്നാണ് നല്ല സാമ്പാറിന്റെ മണം അല്ലേടാ? കിട്ടിയാ? ഇല്ല. ജബ്ബാറെ, ഈ ചായക്കട AC ആണ്. അതാണ് ഇതിന്റെ ഒക്കെ കുഴപ്പം. ചായക്കട AC ആണെങ്കിൽ ചായ തണുത്തൂല്ലേ? ചായ കുടിക്കുമ്പോ AC ഓഫ് ചെയ്താ പോരെ? അത് ശരിയാണല്ലോ. എന്റെ കർത്താവേ, പിന്നെയും ഇത് നടത്തി തരണേ. ഡീസൽ തീരാറായെന്നാ തോന്നണം. തുടങ്ങിയല്ലോ, അപ്പത്തേക്ക് തീരാറായ? ഞാനെന്ത് പകുതി കൂടുതൽ ഞങ്ങളല്ലേ തള്ളിയത്. അതുകൊണ്ട് ഇവിടം വരെ എത്തി.
അത് തള്ളാൻ നന്ദിയില്ല അക്ക വണ്ടി സ്റ്റാർട്ടാവാൻ സമയം പിടിക്കും. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചാലാ? അതൊക്കെ കൊള്ളാം. രാവിലെ കഴിച്ചിട്ട് അക്ക വണ്ടി തല്ലിപ്പോയി. അതെ 9:30-ക്കുള്ളിൽ അവനെ കിട്ടിയിട്ടില്ലെങ്കിൽ നീയൊക്കെ മുഴുവൻ പട്ടിണിയിലായിരിക്കും. അത് മറക്കണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. എന്താണേ? അയ്യോ ബാബ. ഹലോ ബാബ, നമ്മൾ 8:30 മുതൽ ട്രൈ ചെയ്യുന്ന അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ലോഡ്ജിൽ നിന്നൊക്കെ ഇറങ്ങിയതാ. കഥ മാറിയെന്നാ തോന്നുന്നത്. जी फोन कटी है, मैं देख रहा हूँ. ഓക്കെ ബാബ. ആ ശരി. ഈ ബാബയെ ചതിച്ചിട്ട് ഒരുത്തരും രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടില്ലേ ബാബ? സംശയന അവൻ എവിടെയായാലും പൊക്കണം. ഓക്കെ ബാബ. ആ ശരി. എടാ ബെങ്കു, അവന്മാരെന്തേ? അവന്മാരെ അവിടെ പോണ കണ്ടു. അവരെ വലിയ ചായക്കടലുണ്ടാവും. ഓ, ഒന്ന് പോയി വേഗം വിളിച്ചിട്ട് പാടാ അവന്മാരെ. ശരിയാ. ശുക്കൂറേ നിനക്ക് വിശക്കണണ്ട? 30 രൂപയുടെ ആസ്തി ഉണ്ട് നിന്റെ കൂട്ടുകാരന്. അതിൽ കൂടുതൽ വല്ല കഴിക്കണമെങ്കിൽ നീ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെന്തിനാണ്? ഇവിടുത്തെ പാത്രം മുഴുവൻ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപ കിട്ടൂലേ? എന്ത് കഴിയാലും കുഴപ്പമില്ല, വിശന്നിട്ടല്ല. നീ എന്തിനും വാങ്ങിച്ചാ? പിന്നെ നമ്മൾ എന്ത് തിന്നൂടാ ശുക്കൂറേ? ആ ദൈവമേ, ഉള്ള പ്രതീക്ഷ നശിപ്പിച്ചതേ വരണേ. ആ വരുന്നിടത്ത് കാണും അല്ലേ? എന്താടാ? ഓ മൈ ഗോഡ്, ചിക്കൻ പുട്ട് കണ്ട? ചിക്കൻ പുട്ട്, മട്ടൻ പുട്ട്, മസാല പുട്ട്, പാനിപൂരി. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പേപ്പറിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചാല കളഞ്ഞാ അത് അക്ക വിളിക്കണ വണ്ടിയാണ്. അങ്ങനെയില്ലല്ലോ. ഓ, വേഗം വന്ന് കേറടാ. ഇവിടെ മനുഷ്യർ തലക്ക് തീ പിടിച്ചിരിക്കുമ്പോ വീട്ടിൽ കൊടുക്കത്ത തീറ്റ. എന്നിട്ട് പോകായിരുന്നില്ലല്ലോ. ഞങ്ങളൊന്നും കഴിച്ചില്ല, ഞങ്ങൾ കഴിക്കണ കണ്ടു കയറുന്നു. എടാ ജബ്ബാറെ, പോലീസിന്റെ കാര്യത്തിൽ തീരുമാനമായി. ന്യൂസ് ഇല്ല. നമുക്ക് അവനെ ജീവനോട് പിടിച്ചേ പറ്റും. ഞങ്ങൾക്ക് ജീവൻ വേണ്ട. ഒരുത്തരം നമ്മൾ ജീവനോടെ പിടിച്ചിട്ട് എത്ര നാളായി. എന്നാ പിന്നെ ഈ തടിയോണ്ട് അങ്ങനെയെങ്കിലും വല്ല ഉപകാരം ഉണ്ടാവട്ടെ. ബിരിയാണി കല്യാണത്തിന് പീസാക്കാൻ കൊള്ളാം. എവിടെ കല്യാണം? ആരുടെ കല്യാണം? കണ്ട ഫുഡൊന്നും കേട്ടപ്പോ ആക്രാന്തം കണ്ട. വണ്ടി എടുക്കണ എന്തൊരു ടൈമിങ് ഇന്ന് സ്റ്റാർട്ടായ? എല്ലാം കൂടി കേറണം. കുടിയാ. സ്റ്റിയറിംഗ് പുറകിലായാ മതിയായിരുന്നു. ഫ്രണ്ടിൽ ഒരാളെയും കൂടി കയറ്റിയിരുന്നെങ്കിൽ കറക്റ്റ് സീറ്റ് ആയിരുന്നു. ഇത് സ്പീഡിൽ പോവുകയാണോ അതോ നിയന്ത്രണം വിട്ടു പോവുകയാണോ? കാറ്റ് പിടിച്ചു പോകണമെന്നാണ്. ഇവൻ സിറ്റി വിട്ട് എങ്ങും പോയിട്ടില്ല. അവൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നാ ബാബ പറഞ്ഞത്. അതാ നോക്കടാ, സിനിമ നടനെ പോലെ ഉണ്ട്. ഈ സിനിമ നടൻ ബില്ല് ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഓ ശുക്കൂറേ, നീ ഒരു കാര്യം ചെയ്യും. മുതലക്കുളം പോയി ഒന്ന് അരിച്ച് പെറുക്കിയിട്ട് വാ. എല്ലാരും കൂടെ പോയാ ലോക്കൽ പോലീസിന്റെ സ്കാനിങ്. ഓക്കെ ഞാൻ ഇറങ്ങിട്ട് വരാം. എടോ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇട്ട് വെച്ചു. എങ്ങനെ നമുക്കൊരു ടിക്ടോക്ക് ചെയ്താലോ? അവന്റെ ഒരു ടിക്ടോക്ക് ഞാൻ പറയണ്ട. പോകാൻ പറ്റുമോ? അരെ ഭായ് ക്യാ ഹേ? എന്താ ये बहुत पुराना വണ്ടി. പുരാണത്തിലെ വണ്ടിയാണെന്ന്. വളരെ പഴക്കമുള്ള വണ്ടിയാണെന്ന്. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ആ കംപ്ലൈന്റ് വണ്ടിക്കല്ല, തനിക്കെന്തോ കംപ്ലൈന്റ് ഉണ്ട്. പുരാണത്തിൽ ഓരോ വണ്ടി എടുത്തോണ്ട് ഒരു മനുഷ്യനെ മെനക്കെടുത്തി. അക്ക അടുത്ത ഡീൽ നമുക്ക് ബെൻസ് ആക്കിയാ ആക്കാടാ. എന്നാ പിന്നെ ഓടിയൊക്കെ അല്ലേ? പേടിയായിട്ട് വയ്യ. ഈ സമയത്ത് ഹലോ അക്ക. എടാ, അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലക്ക, ഇവിടെ ആരുമില്ല. ഞാനും 2-3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. നീ അവരെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഇല്ല, നോക്കണം. ഞാൻ വായി നോക്കണേ, സെർച്ചിങ്ങാ. അവന്റെ ഓക്കെ സാക്ഷി. അവിടുന്ന് മാറി നിൽക്കടാ. ശരി. വീട്ടിൽ നിന്ന് പപ്പയാണേ. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ. നല്ല റെസ്പോൺസ് ഉണ്ട്. ഓക്കെ, പറ്റിയ നാളെ വരാം. അയ്യോ എന്റെ പൊന്നു സാറേ, എന്റെ ജീപ്പ് കയറ്റി കൊല്ലരുത്. ഉള്ള സത്യം മുഴുവൻ ഞാൻ തുറന്നു പറയാ. ജംഷേ വാ. ഇതാരാന്ന് കാക്കിയിട്ട കട്ടപ്പേ? ഇപ്പൊ ചത്തനെ എന്നിട്ട് ഇവിടെ വണ്ടി അതിനല്ലായിരുന്ന ഭാഗ്യം. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ അക്കനെ ഇപ്പൊ പോലീസുകാര് പൊക്കിയല്ലേ? ആരാ പറഞ്ഞ പോലീസ് പൊട്ടല്ലോ? പുറകെ പല പോലെ